കണ്ടക്ടിവിറ്റിയെ പറ്റിയിട്ടും മോളാർ കണ്ടക്ടിവിറ്റിയെ പറ്റിയും നമുക്ക് കൂടുതലായിട്ട് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കണ്ടക്ടിവിറ്റി സെല്ല് നമ്മളൊരു അയോണിക് സൊല്യൂഷൻ എടുക്കുകയാണെങ്കിൽ 1 വോളിയം സൊല്യൂഷൻ യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷനിലും യൂണിറ്റ് ലെങ്ത്തിലും ഇരിക്കുമ്പോഴുള്ള കണ്ടക്റ്റൻസിനെയാണ് കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്, അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ കണ്ടക്ടിവിറ്റി എങ്ങനെയാണ് ഓരോ സൊല്യൂഷൻ്റെയും വാരി ചെയ്യുന്നത്? ദ കണ്ടക്ടിവിറ്റി എങ്ങനെയാണ് ഓരോ സൊല്യൂഷൻ്റെയും കോൺസെൻട്രേഷൻ മാറുന്നതിനനുസരിച്ചിട്ട് വാരി ചെയ്യുന്നത് എന്നൊന്ന് നമുക്ക് നോക്കാം. സാധാരണയായിട്ട് പറയുകയാണെങ്കിൽ കണ്ടക്ടിവിറ്റി കോൺസെൻട്രേഷൻ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. ഒരു വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ ആണെങ്കിലും ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൻ്റെ ആണെങ്കിലും കണ്ടക്ടിവിറ്റിക്ക് മാറ്റം സംഭവിക്കാറുണ്ട്. എങ്ങനെയാണെന്ന് നോക്കൂ. കണ്ടക്ടിവിറ്റി ഓൾവേസ് ഡിക്രീസസ് വിത്ത് ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ. കോൺസെൻട്രേഷൻ കുറയും തോറും അല്ലെങ്കിൽ ഡൈല്യൂട്ട് ചെയ്യും തോറും ഒരു വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെയും സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൻ്റെയും കണ്ടക്ടിവിറ്റി കുറഞ്ഞു വരുന്നു. ഒരു വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെയും സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൻ്റെയും കാര്യത്തിൽ ഡൈല്യൂട്ട് ചെയ്യും തോറും അതിൻ്റെ കണ്ടക്ടിവിറ്റി കുറഞ്ഞു വരുന്നതായിട്ടാണ് കാണപ്പെടുന്നത്. എന്താണ് ഇതിന് കാരണം? ഇറ്റ് ഈസ് ബിക്കോസ് നമ്പർ ഓഫ് അയോൺസ് പെർ യൂണിറ്റ് വോളിയം ദാറ്റ് ക്യാരി ദ കറണ്ട് ഇൻ എ സൊല്യൂഷൻ ഡിക്രീസസ് ഓൺ ഡൈല്യൂഷൻ. നമുക്കറിയാം അയോണിക് സൊല്യൂഷൻസിൽ കറണ്ടിനെ ക്യാരി ചെയ്യുന്നത് അതിലുള്ള അയോണുകളാണ്, അല്ലേ? ഇത്തരം അയോണുകൾ നമ്മൾ ഡൈല്യൂട്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മൾ എക്സ്ട്രാ കൂടുതൽ വാട്ടർ ആഡ് ചെയ്ത് കൊടുത്തിട്ടാണ് ഡൈല്യൂട്ട് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ ഇത്തരത്തിൽ കൂടുതൽ വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്പർ ഓഫ് അയോൺസ് ദാറ്റ് ക്യാരി ദ കറണ്ട് പെർ യൂണിറ്റ് വോളിയം, ഒരു യൂണിറ്റ് വോളിയത്തിലുള്ള കറണ്ട് ക്യാരി ചെയ്യപ്പെടുന്ന അയോണുകളുടെ എണ്ണം കുറയുന്നു. ഇത്തരത്തിലുള്ള അയോണുകളുടെ എണ്ണം കുറയുക വഴി കണ്ടക്ടിവിറ്റിയും കുറയുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം, ഫോർ സ്ട്രോങ് ആൻഡ് വീക്ക് ഇലക്ട്രോലൈറ്റ് ദ കണ്ടക്ടിവിറ്റി ഡിക്രീസസ് വിത്ത് ഇൻക്രീസിങ് ഇൻ ഡൈല്യൂഷൻ അല്ലെങ്കിൽ ഡിക്രീസസ് വിത്ത് ഡിക്രീസിങ് ഇൻ കോൺസെൻട്രേഷൻ. കോൺസെൻട്രേഷൻ കുറയും തോറും കണ്ടക്ടിവിറ്റി കുറഞ്ഞു വരുന്നു. കാരണം ഓർക്കേണ്ടതുണ്ട്, എന്താണ് കാരണം? ഡൈല്യൂഷൻ നടത്തും തോറും അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ കുറയ്ക്കും തോറും എന്താണ് സംഭവിക്കുക? കറണ്ട് ക്യാരി ചെയ്യുന്ന അയോണുകളുടെ എണ്ണം കുറഞ്ഞു വരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് കണ്ടക്ടിവിറ്റി ഓൾവേസ് ഡിക്രീസസ് വിത്ത് ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. കോൺസെൻട്രേഷൻ കുറയുന്നതിനനുസരിച്ച് മോളാർ കണ്ടക്ടിവിറ്റിക്ക് എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത്? ഒരു അയോണിക് സൊല്യൂഷൻ്റെ കാര്യത്തിൽ കോൺസെൻട്രേഷനിൽ വ്യത്യാസം വരുമ്പോൾ മോളാർ കണ്ടക്ടിവിറ്റിക്ക് എന്ത് മാറ്റം ഉണ്ടാകുന്നു എന്നാണ് നമ്മൾ പഠിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് മോളാർ കണ്ടക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. എന്താണ് മോളാർ കണ്ടക്ടിവിറ്റി? ദ കണ്ടക്ടിവിറ്റി ഓഫ് എ സൊല്യൂഷൻ വിച്ച് കെപ്റ്റ് ബിറ്റ്വീൻ ദ ഇലക്ട്രോഡ്സ് ഓഫ് എ യൂണിറ്റ് സെൽ which is kept at a distance of unit distance and which is having 1 mole of electrolyte. അതായത് 1 mole ഇലക്ട്രോലൈറ്റിനെ എൻക്ലോസ് ചെയ്യിക്കാവുന്ന രീതിയിൽ യൂണിറ്റ് ഡിസ്റ്റൻസിൽ പ്ലേസ് ചെയ്തിട്ടുള്ള 2 ഇലക്ട്രോഡുകൾക്കിടയിൽ അയോണിക് സൊല്യൂഷനെ വെച്ചുകൊണ്ട് അതിൻ്റെ മെഷർ ചെയ്യാവുന്ന കണ്ടക്റ്റൻസിനെയാണ് മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള മോളാർ കണ്ടക്ടിവിറ്റിയുടെ കോൺസെൻട്രേഷൻ കുറയുന്നതിനനുസരിച്ചിട്ട് എന്താണ് മാറ്റം സംഭവിക്കുക? ഒരു അയോണിക് സൊല്യൂഷനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മോളാർ കണ്ടക്ടിവിറ്റി ഇൻക്രീസസ് വിത്ത് ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ. കോൺസെൻട്രേഷൻ കുറയ്ക്കും തോറും അല്ലെങ്കിൽ കൂടുതൽ ഡൈല്യൂട്ട് ചെയ്യും തോറും എന്ത് സംഭവിക്കുന്നു? മോളാർ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. നമ്മൾ നേരത്തെ കണ്ടു കണ്ടക്ടിവിറ്റി ഡിക്രീസസ് വിത്ത് ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ എന്ന്. എന്നാൽ മോളാർ കണ്ടക്ടിവിറ്റി ഇൻക്രീസസ് വിത്ത് ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ. എന്തുകൊണ്ടാണ് കോൺസെൻട്രേഷൻ കുറയ്ക്കുമ്പോൾ മോളാർ കണ്ടക്ടിവിറ്റി കൂടുന്നത്? നമുക്കറിയാം, കോൺസെൻട്രേഷൻ കുറയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ആർ ആഡിങ് സം എമൗണ്ട് ഓഫ് വാട്ടർ, അല്ലേ? വെള്ളം കൂടുതലായിട്ട് ഈ അയോണിക് സൊല്യൂഷനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നു. നമ്മൾ കൂടുതലായിട്ട് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ അതിനെ ഡൈല്യൂട്ട് ചെയ്യുമ്പോൾ, ആ സൊല്യൂഷൻ നമ്മൾ ഡൈല്യൂട്ട് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക? ആ സൊല്യൂഷൻ്റെ
ടോട്ടൽ വോളിയം ഇൻക്രീസ് ചെയ്യപ്പെടുന്നു അല്ലേ. അപ്പോൾ ടോട്ടൽ വോളിയം ഇൻക്രീസ് ചെയ്യപ്പെട്ടാൽ 1 മോൾ ഇലക്ട്രോലൈറ്റ് ഉള്ള സൊല്യൂഷൻ്റെ ടോട്ടൽ വോളിയം ഇൻക്രീസ് ചെയ്യുന്നു എന്ന് സാധാരണയായിട്ട് പറയാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ഡൈല്യൂഷൻ നടക്കുന്തോറും മോളാർ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനുള്ള കാരണം. അതായത് ഒരു സൊല്യൂഷൻ്റെ ഡൈല്യൂട്ട് ചെയ്ത് 0 കോൺസെൻട്രേഷനിൽ എത്തിച്ചാൽ പോലും ഇറ്റ് ഈസ് ഹാവിങ് സം മോളാർ കണ്ടക്ടിവിറ്റി. അങ്ങനെയുള്ള മോളാർ കണ്ടക്ടിവിറ്റിയാണ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ λm0 എന്ന ടേം ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. വെൻ കോൺസെൻട്രേഷൻ അപ്രോച്ചസ് 0, the molar conductivity is known as limiting molar conductivity. ഓർക്കേണ്ടതായിട്ടുണ്ട്, കണ്ടക്ടിവിറ്റി ആണെങ്കിൽ കണ്ടക്ടിവിറ്റി ഡിക്രീസസ് വിത്ത് ഡിക്രീസിങ് ഇൻ കോൺസെൻട്രേഷൻ, എന്നാൽ മോളാർ കണ്ടക്ടിവിറ്റി ഇൻക്രീസസ് വിത്ത് ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഫോർ വീക്ക് ആൻഡ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്. ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റിനും വീക്ക് ഇലക്ട്രോലൈറ്റിനും മോളാർ കണ്ടക്ടിവിറ്റി എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത് എന്ന് നോക്കാം. ഓരോ അയോണിക് സൊല്യൂഷൻ്റെയും കോൺസെൻട്രേഷൻ കുറയുന്നതിനനുസരിച്ച് λm വാല്യൂ അല്ലെങ്കിൽ മോളാർ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നു നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യമായിട്ട് കൺസിഡർ ചെയ്യുന്നത് ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൻ്റെ കേസാണ്. ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൻ്റെ കേസിൽ എങ്ങനെയാണ് ഡൈല്യൂഷൻ നടക്കുന്തോറും λm വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതെന്ന് നോക്കൂ. നമുക്ക് പറയാം, ഫോർ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ് the λm increases slowly with dilution. ഡൈല്യൂഷൻ നടക്കുന്തോറും അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ കുറയ്ക്കും തോറും λm വാല്യൂ അല്ലെങ്കിൽ മോളാർ കണ്ടക്ടിവിറ്റി വളരെ പതുക്കെയാണ് ഇൻക്രീസ് ചെയ്യുന്നത്. ഇതിനെ നമുക്കൊരു മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ ഉപയോഗിച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. λm is equal to λm0 minus AC raised to half. അതായത് മോളാർ കണ്ടക്ടിവിറ്റി ഇസ് ഈക്വൽ ടു ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി മൈനസ് എ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻ്റ് ആണ്. സി റേസ് ടു ഹാഫ് എന്നുള്ളത് കോൺസെൻട്രേഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഇതിനെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമുക്കൊരു ഗ്രാഫ് ഉപയോഗിക്കാം. അതിനായിട്ട് നമ്മളൊരു ഗ്രാഫ് പ്ലോട്ട് ചെയ്തിരിക്കുകയാണ്. എക്സ് ആക്സിസിൽ കോൺസെൻട്രേഷനും വൈ ആക്സിസിൽ മോളാർ കണ്ടക്ടിവിറ്റിയും ഉപയോഗിച്ചുകൊണ്ട് ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്തിരിക്കുന്നു. നോക്കൂ, ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത് ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആയിട്ടുള്ള പൊട്ടാസ്യം ക്ലോറൈഡിനെയാണ്. ഇത്തരത്തിലുള്ള സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൻ്റെ കേസിൽ കോൺസെൻട്രേഷൻ കുറച്ചു കൊണ്ടുവരുമ്പോൾ നോക്കുക, കോൺസെൻട്രേഷൻ കുറച്ചു കൊണ്ടുവരുമ്പോൾ മോളാർ കണ്ടക്ടിവിറ്റിക്ക് എന്ത് സംഭവിക്കുന്നു? മോളാർ കണ്ടക്ടിവിറ്റി പതുക്കെ ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണാം. ഇവിടെ കോൺസെൻട്രേഷൻ 0 ആകുന്ന സമയത്ത് ഉള്ള മോളാർ കണ്ടക്ടിവിറ്റിയെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ λm0 എന്ന് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നു. ഇവിടെ തന്നിരിക്കുന്ന മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ ഒന്ന് കൺസിഡർ ചെയ്ത് നോക്കൂ. ഈ ഇക്വേഷനെ നമുക്ക് y ഈക്വൽ ടു mx പ്ലസ് സി എന്ന ഫോർമാറ്റിൽ എഴുതാനായിട്ട് സാധിക്കും. നമ്മൾ ഓൾറെഡി മാത്സിൽ പഠിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് എൻ ഇക്വേഷൻ ഫോർ ലീനിയർ ഇക്വേഷൻ ഫോർ റെപ്രസെൻറ്റിംഗ് എ സ്ട്രെയിറ്റ് ലൈൻ. ദിസ് എൻ ഇക്വേഷൻ ഫോർ റെപ്രസെൻറ്റിംഗ് എ സ്ട്രെയിറ്റ് ലൈൻ. ഒരു സ്ട്രെയിറ്റ് ലൈനിനെ റെപ്രസെൻറ്റ് ചെയ്യാനുള്ള ഒരു ഇക്വേഷനാണ് y ഈക്വൽ ടു mx പ്ലസ് സി എന്നുള്ളത്. നമുക്കറിയാവുന്ന ഇക്വേഷനെ y ഈക്വൽ ടു mx പ്ലസ് സി എന്ന് എങ്ങനെ എഴുതാം? y എന്നതിന് പകരം λm ഇസ് ഈക്വൽ ടു മൈനസ് എ സി റേസ് ടു ഹാഫ് പ്ലസ് λm0 എന്ന് റെപ്രസെൻറ്റ് ചെയ്താൽ y ഈസ് ഈക്വൽ ടു mx പ്ലസ് സി എന്നുള്ളത് λm ഈസ് ഈക്വൽ ടു മൈനസ് എ സി റേസ് ടു ഹാഫ് പ്ലസ് λm0 എന്ന് റെപ്രസെൻറ്റ് ചെയ്യുക. എന്നിട്ട് ഈ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുമ്പോൾ നോക്കൂ, എക്സ് ആക്സിസിൽ സി റേസ് ടു ഹാഫും വൈ ആക്സിസിൽ λm പ്ലോട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈനാണ്. എന്താണ് ഈ സ്ട്രെയിറ്റ് ലൈൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? കോൺസെൻട്രേഷൻ കുറഞ്ഞു വരുന്തോറും λm വാല്യൂ, അതായത് മോളാർ കണ്ടക്ടിവിറ്റി വളരെ സ്ലോ ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്നു. കോൺസെൻട്രേഷൻ 0 ആകുന്ന പൊസിഷനിൽ, ഇവിടെ കോൺസെൻട്രേഷൻ 0 ആകുമ്പോൾ അവിടെയുള്ള മോളാർ കണ്ടക്ടിവിറ്റിയാണ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ λm0 എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതായത് ഈ ഇക്വേഷൻ പ്രകാരം m എന്ന് പറഞ്ഞാൽ എന്താണ്? m എന്ന് പറഞ്ഞാൽ സ്ലോപ്പാണ് അല്ലേ? ഈ ഒരു സ്ട്രെയിറ്റ് ലൈനിൻ്റെ സ്ലോപ്പ് മൈനസ് എ എന്ന് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത്തരത്തിലൊരു ഗ്രാഫ് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ
നമുക്ക് -a വാല്യൂ കിട്ടും. അതാണ് ഈ ഒരു ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത്. ഇതുകൂടാതെ ഇവിടുത്തെ ഇൻ്റർസെപ്റ്റാണ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ λm0. ഇവിടെ എ എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് വാല്യൂ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഇലക്ട്രോലൈറ്റ് അനുസരിച്ചിട്ട് വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോൾ എ വാല്യൂ ഡിപ്പെൻഡിങ് അപ്പോൺ ദ ടൈപ്പ് ഓഫ് ഇലക്ട്രോലൈറ്റ്. പലതരത്തിലുള്ള ഇലക്ട്രോലൈറ്റുകളുണ്ട്. ഉദാഹരണമായിട്ട് ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആയിട്ടുള്ള സോഡിയം ക്ലോറൈഡിനെ കൺസിഡർ ചെയ്യാം. സോഡിയം ക്ലോറൈഡ് ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണ്. നമുക്കറിയാവുന്ന പോലെ തന്നെ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സുകളെല്ലാം കംപ്ലീറ്റ്ലി ഡിസോസിയേറ്റ് ചെയ്ത് അയോൺസ് ആയിട്ട് മാറുന്നു. ഇവിടെ സോഡിയം ക്ലോറൈഡിൻ്റെ ഡിസോസിയേഷൻ ഒന്ന് കൺസിഡർ ചെയ്യൂ. സോഡിയം ക്ലോറൈഡ് ഓൺ ഡിസോസിയേഷൻ വിൽ ഗെറ്റ് സോഡിയം അയോൺസ് ആൻഡ് Cl- അയോൺസ്. നമുക്ക് പറയാം NaCl gives Na++ Cl-. ഓരോ അയോണിൻ്റെയും ചാർജുകൾ കൺസിഡർ ചെയ്യൂ. സോഡിയം Na+ ചാർജ് +1 ആണ് അല്ലേ, Cl- ചാർജ് -1 ആണ്. അതുകൊണ്ട് തന്നെ ഈ ഇലക്ട്രോലൈറ്റിനെ 1,1 ഇലക്ട്രോലൈറ്റ് എന്ന് വിളിക്കുന്നു. മറ്റൊരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റിനെ കൺസിഡർ ചെയ്യാം. അതിനായിട്ട് കാൽഷ്യം ക്ലോറൈഡ്. കാൽഷ്യം ക്ലോറൈഡും കംപ്ലീറ്റ്ലി ഡിസോസിയേറ്റ് ചെയ്യുന്ന ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന് എക്സാമ്പിളാണ്. കാൽഷ്യം ക്ലോറൈഡ് ഓൺ ഡിസോസിയേഷൻ ഗിവ്സ് Ca2++ 2Cl-. ഇവിടെ ഉണ്ടാകുന്ന അയോണുകളുടെ ചാർജ് ശ്രദ്ധിക്കാം. Ca2+ എന്ന് പറഞ്ഞാൽ ചാർജ് 2 ആണ്, Cl- ചാർജ് 1 ആണ്. സോ ഇറ്റ് ഈസ് എ 2,1 ഇലക്ട്രോലൈറ്റ്. അടുത്ത എക്സാമ്പിളായിട്ട് മെഗ്നീഷ്യം സൾഫേറ്റിനെ കൺസിഡർ ചെയ്യാം. മെഗ്നീഷ്യം സൾഫേറ്റ് ഓൺ ഡിസോസിയേഷൻ Mg2+ SO4 2-. ഇവിടെ ഉണ്ടാകുന്ന മെഗ്നീഷ്യം അയോണുകളുടെയും സൾഫേറ്റ് അയോണുകളുടെയും ചാർജ് എത്ര വീതമാണ്? 2 ആണ് അല്ലേ. അതുകൊണ്ട് തന്നെ ഇതിനെ 2,2 ഇലക്ട്രോലൈറ്റ് എന്ന് വിളിക്കുന്നു. ഇത്തരത്തിൽ ഇലക്ട്രോലൈറ്റുകളുടെ ടൈപ്പുകൾ വ്യത്യാസപ്പെടുന്നതിനനുസരിച്ചിട്ട് എ വാല്യൂ അല്ലെങ്കിൽ സ്ലോപ്പ് എന്ന് പറയുന്ന ഈ -a വാല്യൂവിന് മാറ്റം സംഭവിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൻ്റെ കേസിൽ മോളാർ കണ്ടക്ടിവിറ്റി ഇൻക്രീസസ് സ്ലോലി വിത്ത് ഡൈല്യൂഷൻ. ഇതിനെ ഒരു ഗ്രാഫ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. മോളാർ കണ്ടക്ടിവിറ്റി, ഒരു ഇലക്ട്രോലൈറ്റിൻ്റെ മോളാർ കണ്ടക്ടിവിറ്റിയെ പറ്റിയിട്ട് കൂടുതലായിട്ട് പഠിച്ചത് കോളറേഷ് എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റാണ്. അദ്ദേഹം ഒരു നമ്പർ ഓഫ് ഇലക്ട്രോലൈറ്റ്സിൻ്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി വാല്യൂവിനെ എക്സാമിൻ ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, ഇപ്പോൾ 2 ഇലക്ട്രോലൈറ്റ്സ് കൺസിഡർ ചെയ്യാമെന്ന് വിചാരിക്കൂ. NaX എന്നും KX എന്നും 2 ഇലക്ട്രോലൈറ്റ്സിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവ രണ്ടിൻ്റെയും ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഏകദേശം സെയിം ആണ് അല്ലെങ്കിൽ കോൺസ്റ്റൻ്റ് ആണ് എന്ന് കണ്ടു. അപ്പോൾ എന്താണ് ഇതിലെ കോമൺ ഫാക്ടർ? രണ്ടിലും ഉള്ള അയോണുകൾ X എന്ന് പറഞ്ഞ അയോൺ സെയിം ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ അയോണുകൾ സെയിം ആയാൽ അവയുടെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഏകദേശം കോൺസ്റ്റൻ്റ് ആയി വരുമെന്ന് അദ്ദേഹം കണ്ടുപിടിച്ചു. അങ്ങനെ ആണ് ഒരു ലോ തന്നെ അദ്ദേഹം പറഞ്ഞത്. ആ ഒരു ലോയിനെയാണ് കോളറേഷ് ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് മൈഗ്രേഷൻ ഓഫ് അയോൺസ് എന്ന് പറയുന്നത്. ഈ ലോ സാധാരണയായിട്ട് ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൻ്റെ മോളാർ കണ്ടക്ടിവിറ്റിയെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടാണ് ഉപയോഗിക്കുക. ഈ ലോയെ കോൾറേഷ്യസ് ലോ എന്ന് വിളിക്കാം. അതുപോലെ തന്നെ കോൾറേഷ് ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് മൈഗ്രേഷൻ ഓഫ് അയോൺസ് എന്ന് വിളിക്കാം. എന്താണ് ഈ ലോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ദ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് എൻ ഇലക്ട്രോലൈറ്റ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് ദ സം ഓഫ് ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂഷൻസ് ഓഫ് ആനയോൺസ് ആൻഡ് കാറ്റയോൺസ് ഓഫ് ദി ഇലക്ട്രോലൈറ്റ്. ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൻ്റെ മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് ആ ഇലക്ട്രോലൈറ്റിലുള്ള കാറ്റയോണിൻ്റെയും ആനയോണിൻ്റെയും ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂഷൻസിൻ്റെ സം ആയിരിക്കും. The limiting molar conductivity of an electrolyte can be represented as the sum of individual contributions of cation and anion of the electrolyte. ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് ആ ഇലക്ട്രോലൈറ്റിലുള്ള കാറ്റയോണിൻ്റെയും ആനയോണിൻ്റെയും കോൺട്രിബ്യൂഷൻസിൻ്റെ സം ആയിരിക്കും. ഉദാഹരണത്തിന് നമുക്ക് ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആയിട്ടുള്ള സോഡിയം ക്ലോറൈഡിനെ കൺസിഡർ ചെയ്യാം.
ലാംഡ m0 ഓഫ് സോഡിയം ക്ലോറൈഡ്, അതായത് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്നത് ലാംഡ 0 ഓഫ് സോഡിയം അയോൺസ് പ്ലസ് ലാംഡ 0 ഓഫ് Cl- അയോൺസ്. Na+ അയോണിൻ്റെയും Cl- അയോണിൻ്റെയും കോൺട്രിബ്യൂഷൻസിൻ്റെ സമ്മായിട്ടാണ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് സോഡിയം ക്ലോറൈഡിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക. നമുക്കറിയാവുന്ന പോലെ തന്നെ സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്നത് ഒരു 1,1 ഇലക്ട്രോലൈറ്റ് ആണ്. അതായത് സോഡിയം ക്ലോറൈഡ് ഡിസോസിയേറ്റ് ചെയ്ത് ഉണ്ടാകുന്ന സോഡിയം അയോണുകളുടെ ചാർജ് 1ഉം Cl- അയോണുകളുടെ ചാർജ് 1ഉം ആയതിനാൽ ഇതിനെ 1,1 ഇലക്ട്രോലൈറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. എന്നാൽ നമ്മൾ എടുക്കുന്ന ഇലക്ട്രോലൈറ്റുകൾ 2,1 ഇലക്ട്രോലൈറ്റ് ആവാം, 2,2 ഇലക്ട്രോലൈറ്റ് ആവാം, വ്യത്യാസം സംഭവിച്ചുകൊണ്ടിരിക്കാം. അതുകൊണ്ട് തന്നെ ജനറലായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും, ഇഫ് ആൻ ഇലക്ട്രോലൈറ്റ് ഓൺ ഡിസോസിയേഷൻ ഗിവ്സ് V+ cations and V- anions, then the limiting molar conductivity is given by lambda m0 is equal to V+ lambda 0 of cation plus V- lambda 0 of anion. ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ഡിസോസിയേറ്റ് ചെയ്തപ്പെട്ട് എ നമ്പർ ഓഫ് കാറ്റയോൺസും നമ്പർ ഓഫ് ആനയോൺസും ഉണ്ടാകുന്നുവെങ്കിൽ അവയുടെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റിയെ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യും എന്നാണ് ഈ ഇക്വേഷൻ ഉപയോഗിച്ച് എഴുതിയിട്ടുള്ളത്. ലാംഡ m0 എന്ന് പറയുന്നത് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ ഇലക്ട്രോലൈറ്റ്. ആ ഇലക്ട്രോലൈറ്റ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആയിരിക്കണം. ഇറ്റ് ഈസ് ഈക്വൽ ടു V+ ലാംഡ 0 പ്ലസ് V+ എന്ന് പറയുന്നത് നമ്പർ ഓഫ് കാറ്റയോൺസ് ആണ്. ലാംഡ 0 പ്ലസ് എന്ന് പറയുന്നത് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് കാറ്റയോൺ ആണ്. അതിൻ്റെയും അതുപോലെ തന്നെ ആനയോണിൻ്റെയും V- എന്ന് പറയുന്നത് ആനയോൺസ്, എത്ര ആനയോൺസ് ഉണ്ടാകുന്നു അതിൻ്റെ നമ്പറാണ് V-. ലാംഡ 0- എന്ന് പറയുന്നത് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് ആനയോണുമാണ്. രണ്ടിൻ്റെയും കോൺട്രിബ്യൂഷൻസിൻ്റെ സമ്മായിട്ടാണ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റിയെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇത്തരത്തിൽ ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൻ്റെ കേസിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന ഏറ്റവും പ്രയോജനകരമായ ഒരു ലോയാണ് കോൾഡ്രേഷ് ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് മൈഗ്രേഷൻ ഓഫ് അയോൺസ്. വീക്ക് ഇലക്ട്രോലൈറ്റുകളുടെ കാര്യത്തിൽ മോളാർ കണ്ടക്ടിവിറ്റിക്ക് എന്ത് വ്യത്യാസമാണ് വരുന്നത് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു അല്ലേ. ഓൺ ഡൈല്യൂഷൻ ദ മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് വീക്ക് ഇലക്ട്രോലൈറ്റ് ഓൾസോ ഇൻക്രീസസ്. എന്താണ് ഇത്തരത്തിലുള്ള ഒരു മാറ്റത്തിന് കാരണം? അത് പഠിക്കുന്നതിനേക്കാൾ മുമ്പ് തന്നെ വീക്ക് ഇലക്ട്രോലൈറ്റുകളെ പറ്റിയിട്ട് നമുക്കൊന്ന് ഓർക്കാം. എന്താണ് ഈ വീക്ക് ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വീക്ക് ഇലക്ട്രോലൈറ്റുകൾ എന്നാൽ ഹയർ കോൺസെൻട്രേഷനിൽ കംപ്ലീറ്റ് ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്യാത്ത ഇലക്ട്രോലൈറ്റുകളെയാണ് വീക്ക് ഇലക്ട്രോലൈറ്റുകൾ എന്ന് വിളിക്കുന്നത്. എക്സാമ്പിളായിട്ട് അസറ്റിക് ആസിഡിനെ കൺസിഡർ ചെയ്യാം. നമുക്കറിയാം അസറ്റിക് ആസിഡ് ഡിസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ H+ അയോണുകളും അസറ്റേറ്റ് അയോണുകളും ഉണ്ടാകുന്നു. എന്നാൽ ഹയർ കോൺസെൻട്രേഷനിൽ ഇരിക്കുമ്പോൾ ഈ ഇലക്ട്രോലൈറ്റുകൾ കംപ്ലീറ്റ് ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്യുന്നില്ല. എന്നാൽ ലോവർ കോൺസെൻട്രേഷനിലേക്ക് എത്തുമ്പോൾ അവ കംപ്ലീറ്റ് ആയിട്ട് ഡിസോസിയേഷൻ നടക്കുന്നതായിട്ടും കാണാനായിട്ട് സാധിക്കും. അത്തരത്തിലുള്ള ഇലക്ട്രോലൈറ്റുകളെയാണ് നമ്മൾ കോമൺ ആയിട്ട് വീക്ക് ഇലക്ട്രോലൈറ്റുകൾ എന്ന് പറയാറുള്ളത്. ഇവിടെ ഫോർ വീക്ക് ഇലക്ട്രോലൈറ്റ് ഓൺ ഡൈല്യൂഷൻ ദ ലാംഡ m വാല്യൂ ഇൻക്രീസസ്. വീക്ക് ഇലക്ട്രോലൈറ്റുകളെ ഡൈല്യൂട്ട് ചെയ്യുമ്പോൾ അവയുടെ മോളാർ കണ്ടക്ടിവിറ്റി വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നു അല്ലേ. അപ്പോൾ എന്തായിരിക്കും അതിന് കാരണം? ഈ ഇലക്ട്രോലൈറ്റുകളെ കോൺസെൻട്രേഷൻ കുറച്ച് കൊണ്ടുവരുമ്പോൾ നമുക്ക് പറയാം അവയുടെ കോൺസെൻട്രേഷൻ ലോ ആവുമ്പോൾ ദേ ആർ ഗെറ്റിംഗ് കംപ്ലീറ്റ്ലി ഡിസോസിയേറ്റ് ഇൻ ടു അയോൺസ്. കംപ്ലീറ്റ് ആയിട്ടും അവർ അയോണുകളായിട്ട് മാറുന്നു. അങ്ങനെ അയോണുകളായിട്ട് മാറുമ്പോൾ എന്താണ് സംഭവിക്കുക? ദ നമ്പർ ഓഫ് അയോൺസ് ദാറ്റ് പ്രസൻറ്റ് ഇൻ ദ ഗിവൺ വോളിയം ഓഫ് എ സൊല്യൂഷൻ ഇൻക്രീസസ്. തന്നിരിക്കുന്ന നമ്മൾ എടുത്തിരിക്കുന്ന സൊല്യൂഷൻ്റെ വോളിയത്തിൽ ഇത്തരത്തിലുള്ള അയോണുകളുടെ എണ്ണം കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ സൊല്യൂഷൻ്റെ വോളിയം കൂടുന്നു അല്ലേ. അയോണുകളുടെ എണ്ണം കൂടുമ്പോൾ എന്താ സംഭവിക്കുക? കണ്ടക്ടിവിറ്റി കൂടും. അപ്പോൾ പ്രധാനമായിട്ടും ഈ രണ്ട് കാരണങ്ങളാണ് ഒരു വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ കാര്യത്തിൽ ഡൈല്യൂഷൻ നടത്തും തോറും മോളാർ കണ്ടക്ടിവിറ്റി കൂടുന്നതിനുള്ള റീസൺസ് ആയിട്ട് പറയുന്നത്. നോക്കൂ, ഫോർ വീക്ക് ഇലക്ട്രോലൈറ്റ്സ് ദ ചേഞ്ച് ഇൻ ലാംഡ m with the dilution is due to increase in the degree of dissociation. Degree of dissociation കൂടുന്നു. And the number of ions in total volume of a solution that contains 1 mole of an electrolyte.
അത് മാത്രവുമല്ല ടോട്ടൽ വോളിയം ഓഫ് എ സൊല്യൂഷനിൽ നമ്പർ ഓഫ് അയോൺസും കൂടുന്നു. ഈ 2 കാരണങ്ങൾ കൊണ്ടാണ് ഒരു വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ കേസിൽ ഡൈല്യൂഷൻ നടത്തുന്തോറും മോളാർ കണ്ടക്ടിവിറ്റി കൂടാനുള്ള കാരണം. എപ്പോഴാണ് ഏറ്റവും കൂടുതൽ ലാംഡ എം വാല്യൂ ഇത്തരത്തിലുള്ള ഇലക്ട്രോലൈറ്റുകൾ കാണിക്കുന്നത്? നമുക്ക് പറയാനായിട്ട് സാധിക്കും ലാംഡ എം വാല്യൂസ് ഇൻക്രീസസ് സ്റ്റീപ്ലി ഓൺ ഡൈല്യൂഷൻ, ദാറ്റ് ഈസ് എസ്പെഷ്യലി നിയർ ലോവർ കോൺസെൻട്രേഷൻ. അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമുക്കൊരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യാം. ഇവിടെ നിങ്ങൾക്കൊരു ഗ്രാഫ് കാണാനായിട്ട് സാധിക്കും. എക്സ് ആക്സിസിൽ കോൺസെൻട്രേഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന C⁻½ അല്ലെങ്കിൽ √C എന്ന് പറഞ്ഞ ടേം പ്ലോട്ട് ചെയ്തിരിക്കുന്നു. വൈ ആക്സിസിൽ ലാംഡ എം അല്ലെങ്കിൽ മോളാർ കണ്ടക്ടിവിറ്റി പ്ലോട്ട് ചെയ്തിരിക്കുന്നു. ഒരു വീക്ക് ഇലക്ട്രോലൈറ്റ് ആയിട്ടുള്ള അസറ്റിക് ആസിഡിൻ്റെ കേസിൽ ഈ ഗ്രാഫ് എങ്ങനെയാണ് വരിക എന്ന് നോക്കാം. ഇവിടെ കോൺസെൻട്രേഷൻ നമ്മൾ കുറച്ച് കൊണ്ടുവരികയാണ്. കാണാനായിട്ട് സാധിക്കും കോൺസെൻട്രേഷൻ കുറച്ച് വന്ന് ഏറ്റവും ലോവർ കോൺസെൻട്രേഷനിലെത്തുമ്പോൾ ദർ ഇസ് എ സ്റ്റീപ്പ് ഇൻക്രീസ് ഇൻ ദ ലാംഡ എം വാല്യൂ. കോൺസെൻട്രേഷൻ കുറച്ച് കൊണ്ടുവന്ന് ഏറ്റവും കുറവ് വാല്യൂലെത്തുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ലാംഡ എം വാല്യൂവിന് ഒരു സ്റ്റീപ്പ് ഇൻക്രീസ് ഉണ്ടാകുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? കോൺസെൻട്രേഷൻ ഏറ്റവും കുറഞ്ഞിരിക്കുമ്പോഴാണ് ലാംഡ എം വാല്യൂ ഫോർ എൻ വീക്ക് ഇലക്ട്രോലൈറ്റ് ഹയർ വാല്യൂവിൽ എത്തുന്നത് അല്ലേ? നമുക്ക് പറയാനായിട്ട് സാധിക്കും അറ്റ് ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ, അതായത് കോൺസെൻട്രേഷൻ 0ലേക്ക് എത്തുമ്പോൾ ദേ ആർ ഷോയിങ് കംപ്ലീറ്റ് ഡിസോസിയേഷൻ. ഈ കംപ്ലീറ്റ് ഡിസോസിയേഷനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടേമാണ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ അല്ലെങ്കിൽ ആൽഫ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ടെൻസ് ടു 0 കോൺസെൻട്രേഷനിലായിരിക്കുമ്പോൾ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫ ഈസ് ഈക്വൽ ടു 1 എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ ഗ്രാഫിൽ നിന്ന് നമുക്ക് ലാംഡ എം 0 അല്ലെങ്കിൽ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുമോ? സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൻ്റെ കാര്യത്തിൽ നമ്മൾ കണ്ടിരുന്നു ഇതുപോലെയുള്ള ലാംഡ എം വേഴ്സസ് √C ഗ്രാഫ് പ്ലോട്ട് ചെയ്തപ്പോൾ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈനാണ് കിട്ടിയത്. ആ സ്ട്രെയിറ്റ് ലൈനിനെ എക്സ്ട്രാപ്പൊളേറ്റ് ചെയ്തുകൊണ്ട് കോൺസെൻട്രേഷൻ 0 ആയിരിക്കുന്ന സമയത്തുള്ള ലാംഡ എം വാല്യൂ മെഷർ ചെയ്തതാണ് നമ്മൾ ലാംഡ എം 0 അല്ലെങ്കിൽ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കണ്ടുപിടിച്ചത്. എന്നാൽ ഈ ഒരു കാര്യത്തിൽ വീക്ക് ഇലക്ട്രോലൈറ്റ്സിൻ്റെ കേസിൽ നമുക്ക് ലാംഡ എം 0 വാല്യൂ അതുപോലെ മെഷർ ചെയ്യാനായിട്ട് പറ്റുമോ? പറ്റുന്നില്ല. എന്താ കാരണം? ഇവിടെ ഗ്രാഫ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ഗ്രാഫ് വൈ ആക്സിസിന് പാരലൽ ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഗ്രാഫിനെ എക്സ്ട്രാപ്പൊളേറ്റ് ചെയ്ത് വൈ ആക്സിസിൽ മുട്ടിച്ചിട്ട് ലാംഡ എം 0 കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല. അതിനാൽ ഫോർ വീക്ക് ഇലക്ട്രോലൈറ്റ്സ് വി ആർ യൂസിങ് ദ ലോ ഓഫ് കോൾറേഷ്യസ് അല്ലെങ്കിൽ കോൾറേഷ്യസ് ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് മൈഗ്രേഷൻ ഓഫ് അയോൺസ് എന്ന ലോ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇത്തരത്തിലുള്ള വീക്ക് ഇലക്ട്രോലൈറ്റുകളുടെ ലാംഡ എം 0 വാല്യൂ അല്ലെങ്കിൽ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഇത്രയും കാര്യങ്ങളാണ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് വീക്ക് ഇലക്ട്രോലൈറ്റ്സിൻ്റെ കാര്യത്തിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. എങ്ങനെയാണ് ഈ വേരിയേഷൻ സംഭവിക്കുന്നത്, എന്താണ് ഇത്തരത്തിലുള്ള വേരിയേഷനുള്ള കാരണം എന്ന് പ്രത്യേകമായിട്ട് ഓർത്തു വെക്കേണ്ടതായിട്ടുണ്ട്. ഒരു വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ കേസിലെ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ എന്ന് പറയുന്ന ഒരു ടേം നമ്മൾ പരിചയപ്പെട്ടു അല്ലേ? എങ്ങനെയാണ് ഈ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ നമ്മൾ കണ്ടുപിടിക്കുക? അതിൻ്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ എന്താണ്? അതെല്ലാം നമുക്കൊന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു ഇഫ് എനി കോൺസെൻട്രേഷൻ C, നമ്മൾ എടുത്തിരിക്കുന്ന ഇലക്ട്രോലൈറ്റിൻ്റെ കോൺസെൻട്രേഷൻ ഏതുമാകട്ടെ അത് നമ്മൾ C എന്ന് റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ആൽഫ ദാറ്റ് റെപ്രസെൻറ്റ്സ് ദ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫ എന്നതിനെ ആൽഫ ഈസ് ഈക്വൽ ടു ലാംഡ എം ഡിവൈഡഡ് ബൈ ലാംഡ എം 0 എന്ന് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഇസ് എ റേഷ്യോ ഓഫ് മോളാർ കണ്ടക്ടിവിറ്റി ടു ദ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. ലാംഡ എം എന്ന് പറയുന്നത് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് എൻ ഇലക്ട്രോലൈറ്റും ലാംഡ എം 0 എന്ന് പറയുന്നത് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് എൻ ഇലക്ട്രോലൈറ്റുമാണെങ്കിൽ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫ ഈസ് ഈക്വൽ ടു ലാംഡ എം ഡിവൈഡഡ് ബൈ ലാംഡ എം 0 ആണ്. എന്നാൽ വീക്ക് ഇലക്ട്രോലൈറ്റുകൾ ആയിട്ടുള്ള അസറ്റിക് ആസിഡിനെ പോലെയുള്ളവയ്ക്ക് നമുക്ക് ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റ് Ka ഈസ് ഈക്വൽ ടു ആസിഡ് ആയതുകൊണ്ടാണ്
കെ എ എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നത്, കെ എന്ന് പറഞ്ഞാൽ ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റ്, എ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒരു ആസിഡിനെയാണ്. നമുക്കറിയാം കെ എ ഇസ് ഈക്വൽ ടു സി ആൽഫ സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 മൈനസ് ആൽഫ. സി എന്ന് പറയുന്നത് കോൺസെൻട്രേഷനും ആൽഫ എന്ന് പറയുന്നത് ഡിഗ്രി ഓഫ് ഡിസോസിയേഷനും ആണെങ്കിൽ ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റ് കെ എ ഇസ് ഈക്വൽ ടു സി ആൽഫ സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 മൈനസ് ആൽഫ എന്ന ഇക്വേഷൻ ഉപയോഗിക്കാം. ഇവിടെ കോൺസെൻട്രേഷൻ നമുക്കറിയാം അല്ലേ, അതുപോലെ തന്നെ ആൽഫ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് ലാംഡ എം ടു ലാംഡ എം 0. അപ്പോൾ ആൽഫയ്ക്ക് പകരം ലാംഡ എം ഡിവൈഡഡ് ബൈ ലാംഡ എം 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് മറ്റൊരു ഇക്വേഷൻ കിട്ടും. അതിൻ്റെ ഫൈനൽ രൂപമാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്, സി ലാംഡ എം സ്ക്വയർ ഡിവൈഡഡ് ബൈ ലാംഡ എം 0 ഇൻറ്റു ലാംഡ എം 0 മൈനസ് ലാംഡ എം. ഇത്തരത്തിൽ നമുക്ക് ഡിഗ്രി ഓഫ് ഡിസോസിയേഷനും അതുവഴി ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റും ഒരു വീക്ക് ഇലക്ട്രോലൈറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. എപ്പോഴും ഓർത്ത് വെക്കേണ്ടതായിട്ടുണ്ട്, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു മാത്തമാറ്റിക്കൽ ഫോർമുലയാണ്. ഇത് ഉപയോഗിച്ചിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ സാധാരണയായിട്ട് ചോദിച്ചു കാണാറുണ്ട്. കോളറേഷ്യസ് ലോ ആണ് നമ്മൾ പഠിച്ചത് അല്ലേ. കോളറേഷ്യസ് ലോയുടെ കുറച്ചധികം കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ കോളറേഷ്യസ് ലോയുടെ പ്രധാനപ്പെട്ട അപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്? പല അപ്ലിക്കേഷൻസ് നമ്മൾ കണ്ടു, എന്നാലും അവയെ നമുക്കൊന്ന് സമ്മറൈസ് ചെയ്ത് പറയാം. കോളറേഷ്യസ് ലോയുടെ പ്രധാനപ്പെട്ട 2 അപ്ലിക്കേഷൻസ് ആണ് നമ്മൾ ഇവിടെ കണ്ടത്. ആദ്യത്തേത്, ഇറ്റ് ഈസ് പോസിബിൾ ടു കാൽക്കുലേറ്റ് ദ ലാംഡ എം 0 ഓഫ് എനി ഇലക്ട്രോലൈറ്റ് ഫ്രം ദെയർ ലാംഡ 0 ഓഫ് ഇൻഡിവിജ്വൽ അയോൺസ്. ഏതൊരു ഇലക്ട്രോലൈറ്റിൻ്റെയും ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് കോളറേഷ്യസ് ലോ ഉപയോഗിക്കാം. എങ്ങനെയാണത് ഉപയോഗിക്കുന്നത്? ആ ഇലക്ട്രോലൈറ്റിലെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ അയോൺസിൻ്റെ ലാംഡ 0 കൺസിഡർ ചെയ്തുകൊണ്ട് അവയുടെ ഓരോ അയോണിൻ്റെയും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് കൂടെ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് ഏതൊരു ഇലക്ട്രോലൈറ്റിൻ്റെയും ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ ലാംഡ എം 0 വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് കോളറേഷ്യസ് ലോ നമുക്ക് ഉപയോഗിക്കാം. അതാണ് പ്രധാനപ്പെട്ട ആദ്യത്തെ അപ്ലിക്കേഷൻ. രണ്ടാമത്തെ അപ്ലിക്കേഷൻ എന്താണ്? നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ഒരു വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് കോളറേഷ്യസ് ലോ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇറ്റ് ഈസ് പോസിബിൾ ടു കാൽക്കുലേറ്റ് ദ ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റ് ഓഫ് വീക്ക് ഇലക്ട്രോലൈറ്റ് ബൈ നോയിങ് ലാംഡ എം വാല്യൂ ആൻഡ് ലാംഡ എം 0 വാല്യൂ. ഒരു വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് 2 പാരാമീറ്റേഴ്സാണ് മെയിനായിട്ട് ആവശ്യമുള്ളത്. എന്തൊക്കെയാണ്? മോളാർ കണ്ടക്ടിവിറ്റിയും അതുപോലെ തന്നെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റിയും അറിയുക വഴി നമുക്കൊരു വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റും അതുപോലെ തന്നെ ഡിഗ്രി ഓഫ് ഡിസോസിയേഷനും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത്തരത്തിൽ ഒരുപാട് അപ്ലിക്കേഷൻസ് ഉള്ള ഒരു ലോയാണ് കോളറേഷ്യസ് ലോ. വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായിരുന്നു അത്. ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തു വെക്കേണ്ടതുണ്ട്.